Hi all, I am Neeraja, Accounting Faculty at Brains Academy. In this class, we are going to discuss what is accounting, accounting terms and accounting methods. So let's start. What is accounting? Accounting is known as the language of business. അതായത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മീഡിയം ഉണ്ട്. അതുപോലെ ബിസിനസ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മീഡിയം അല്ലെങ്കിൽ ലാംഗ്വേജ് ആണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. Accounting is the process of recording, analyzing and reporting business financial transaction. ഡേ ബൈ ഡേ ഒരു ബിസിനസ്സിനകത്ത് നടക്കുന്നത് ഒരുപാട് ട്രാൻസാക്ഷൻസ് ആണ്. ഈ ട്രാൻസാക്ഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്ത് അനലൈസ് ചെയ്ത് കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത്. ദെൻ അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ആക്യുറേറ്റ്ലി റെക്കോർഡ് ആൻഡ് റിപ്പോർട്ട് ആൻ ഓർഗനൈസേഷൻ ഫിനാൻഷ്യൽ പെർഫോമൻസ്. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്തത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു അക്കൗണ്ടിങ്ങിൻ്റെ എയിം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയാണ്, നമ്മൾ പ്രോഫിറ്റിലാണോ ലോസിലാണോ ഉള്ളതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെയാണ് നമ്മൾ അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ്. AICPA തന്നിട്ടുള്ള ഒരു ഡെഫിനേഷനാണ് നമുക്കിവിടെ ഉള്ളത്. അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിംഗ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് which are in part at least of a financial character and interpreting the result thereof. Which means നമ്മുടെ ഒരു ബിസിനസ്സിനകത്ത് നടക്കുന്ന ട്രാൻസാക്ഷൻസ്, ഒരുപാട് ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. ഈ ട്രാൻസാക്ഷൻസ് എല്ലാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതെല്ലാം റെക്കോർഡ് ചെയ്യുക. ദെൻ റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് അത് സമ്മറൈസ്, അതൊരു ഗ്രൂപ്പാക്കി മാറ്റി അത് ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്ത്, അതായത് ഫിനാൻഷ്യൽ ക്യാരക്ടറുള്ള ട്രാൻസാക്ഷൻസ്, മണി റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്ത് ആൻഡ് എൻഡ് റിസൾട്ട്, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിൻ്റെ എയിം എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു അക്കൗണ്ടിങ് സൈക്കിളാണ്. അക്കൗണ്ടിങ് സൈക്കിളിനകത്ത് വരുന്നത് ബിസിനസ് ട്രാൻസാക്ഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജേണലാണ്. ജേണൽ കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ലെഡ്ജർ അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ ആ ലെഡ്ജർ അക്കൗണ്ട്സിൻ്റെ ബാലൻസ് വെച്ചുകൊണ്ടാണ് ട്രയൽ ബാലൻസ് ചെയ്യുന്നത്. ഈ ട്രയൽ ബാലൻസിലുള്ള ബാലൻസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. എഗെയിൻ പിന്നെയും പോകുന്നത് ബിസിനസ് ട്രാൻസാക്ഷനിലേക്കാണ്. ബിക്കോസ് ഈ ഒരു സൈക്കിൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അക്കൗണ്ടിങ്ങിനെ ഒരു ഇൻഫിനിറ്റ് ലൂപ്പാണെന്ന് പറയാം. അതായത് ഏത് ദിവസമാണോ അക്കൗണ്ടിങ് സ്റ്റോപ്പ് ആവുന്നത് അടുത്ത ദിവസം ആ ബാലൻസ് വെച്ചുകൊണ്ട് എഗെയിൻ അത് റീസ്റ്റാർട്ട് ആവുകയാണ്. നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് April 1 തൊട്ട് March 31 വരെയാണ്. സോ March 31 ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുമ്പോൾ അടുത്ത ദിവസം തന്നെ അടുത്തൊരു ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മുടെ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 1 April 2024 തൊട്ട് 31 March 2025 വരെയാണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് വരുന്നത് അക്കൗണ്ടിങ് ടേംസ് ആണ്. അക്കൗണ്ടിങ് ടേംസിനകത്ത് നമുക്ക് വരുന്നത് ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, അസറ്റ്സ്, ലാബിലിറ്റീസ്, എക്സ്പെൻസ്, ഇൻകം, പർച്ചേസ് ആൻഡ് പർച്ചേസ് റിട്ടേൺ, സെയിൽസ് ആൻഡ് സെയിൽസ് റിട്ടേൺ, അക്കൗണ്ട്സ് പേയബിൾ ആൻഡ് അക്കൗണ്ട്സ് റിസീവബിൾ, ട്രാൻസാക്ഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ്. സോ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ക്യാപിറ്റൽ. ക്യാപിറ്റൽ മീൻസ് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്, അല്ലെങ്കിൽ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ ക്യാപിറ്റൽ മേ ബി നമ്മൾ ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നതായിരിക്കാം, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട്സ് വഴി കൊണ്ടുവന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ബോറോ ചെയ്തിട്ട് എന്തെങ്കിലും ലോൺ വഴിയോ എന്തെങ്കിലും ബോറോ ചെയ്ത് കൊണ്ടുവന്നതായിരിക്കാം, അല്ലെങ്കിൽ ഡെപ്റ്റ് ഫിനാൻസിങ് അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ വഴി കൊണ്ടുവന്നതായിരിക്കാം. എങ്ങനെ ആയാലും നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എമൗണ്ട്, അല്ലെങ്കിൽ ആ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ ക്യാപിറ്റൽ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ആ ബിസിനസ് റൺ ചെയ്യുന്നതും ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ മീറ്റ് ചെയ്യുന്നതും. നെക്സ്റ്റ്, ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് എന്താണെന്ന് മനസ്സിലാവാൻ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഒരു ഓണർ തൻ്റെ ബിസിനസ്സിൽ നിന്ന് ഒരു 1 lakh rupees അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് ഒരു ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് വിഡ്രോ ചെയ്തു. അതുപോലെ തന്നെ ഒരു 1 lakh അയാളുടെ ഓഫീസ് ആവശ്യത്തിന് വേണ്ടിയിട്ട്, ഒരു ഓഫീസ് വെഹിക്കിളിന് വേണ്ടിയിട്ട് അയാൾ വിഡ്രോ ചെയ്തു. ഇവിടെ ഒരെണ്ണം അയാളുടെ പേഴ്സണൽ ആവശ്യവും ഒരെണ്ണം ബിസിനസ്സിൻ്റെ ആവശ്യമാണ്. ഇങ്ങനെ ഒരു ഓണർ തൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ബിസിനസ്സിൽ നിന്നും വിഡ്രോ ചെയ്യുന്നതിനെയാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഡ്രോയിങ്സ് വരുന്നത് നമ്മുടെ ആദ്യത്തെ ട്രാൻസാക്ഷനിലാണ്. അതായത് അയാളുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ഒരു ലാപ്പ് വാങ്ങാൻ വേണ്ടി 1 lakh വിഡ്രോ ചെയ്തതാണ് ഇവിടെ ഡ്രോയിങ്സ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ആണ് പറയുന്നത്.
ഒരു ബിസിനസ്സിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന രണ്ട് ടേംസ് ആണ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അസറ്റ് എന്ന് വെച്ചാൽ ഒരു കമ്പനി ഓൺ ചെയ്യുന്ന ഐറ്റംസിനെയാണ് നമ്മൾ അസറ്റ്സ് എന്ന് പറയുന്നത്. ആ കമ്പനിക്ക് സ്വന്തമായിട്ടുള്ള ലാൻഡ് ആയിരിക്കാം, ബിൽഡിംഗ് ആയിരിക്കാം, ക്യാഷ് ആയിരിക്കാം, ഫർണിച്ചർ ആയിരിക്കാം, ഇങ്ങനെ ബിസിനസ്സിന് സ്വന്തമായിട്ടുള്ള എല്ലാ ഐറ്റംസിനെയാണ് നമ്മൾ അസറ്റ്സ് എന്ന് പറയുന്നത്. അസറ്റ്സ് തന്നെ രണ്ട് ഐറ്റം ഉണ്ട്, കറണ്ട് ഓർ ഫിക്സഡ്. കറണ്ട് അസറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഇയറിൽ കുറവ് ടൈമിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ 1 ഇയറിനുള്ളിൽ നമുക്ക് ലിക്വിഡേറ്റ് ചെയ്ത് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന ഐറ്റംസിനെയാണ് നമ്മൾ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. ലൈക്ക് ക്യാഷ്, ഇൻവെൻട്രി, അക്കൗണ്ട്സ് റിസീവബിൾസ് എക്സെട്ര. അതുപോലെ ഫിക്സഡ് അസറ്റ് ഉണ്ട്. ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം നാച്ചുറൽ ഉള്ളതാണ്. അതായത് 1 ഇയറിൽ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന അസറ്റുകളെയാണ് നമ്മൾ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. ഫർണിച്ചർ, മെഷീനറി, ലാൻഡ്, ബിൽഡിംഗ്, ഇതൊക്കെയാണ് ഫിക്സഡ് അസറ്റ്സ് ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് ലാബിലിറ്റീസ് ആണ്. ലാബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിന് വേറൊരാളോട് അല്ലെങ്കിൽ വേറൊരു ഇൻഡിവിജ്വലിനോടാവാം, ഒരു ബിസിനസ്സിനോടായിരിക്കാം ഒരു ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ വരുന്നെങ്കിൽ, അതായത് ലാബിലിറ്റീസ് എന്ന് വെച്ചാൽ ബാധ്യത, അയാളൊരു ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ലാബിലിറ്റീസ് എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലും ഒരു എമൗണ്ട് ഡ്യൂ ആയിട്ടുണ്ടായിരിക്കും, നമുക്കത് കൊടുക്കാനുള്ള എമൗണ്ട് ആയിരിക്കാം. അങ്ങനെ നമുക്കൊരു ബാധ്യത വരുവാണെന്നുണ്ടെങ്കിൽ അതാണ് ലാബിലിറ്റീസ് എന്ന് പറയുന്നത്. ലാബിലിറ്റീസും രണ്ട് തരത്തിലുണ്ട്. കറണ്ട് ലാബിലിറ്റി ഉണ്ട്, അതുപോലെ നോൺ കറണ്ട് ലാബിലിറ്റി ഉണ്ട്. കറണ്ട് ലാബിലിറ്റി എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആയിട്ട് നമുക്ക് അടച്ചു തീർക്കാൻ പറ്റുന്ന എമൗണ്ട്സ് ആണ് കറണ്ട് ലാബിലിറ്റി. ഇപ്പം നമ്മളൊരു പർച്ചേസ് നടത്തിയിട്ടുണ്ടായിരിക്കും, ആ പർച്ചേസിൻ്റെ പേയ്മെൻറ്റ് നമ്മളൊരു 1 ഇയറിനുള്ളിൽ എന്തായാലും കൊടുത്തു തീർക്കുമായിരിക്കും. അങ്ങനെ വരുമ്പോൾ അതൊക്കെ നമുക്ക് എന്തായിട്ടാണ് വരുന്നത്? കറണ്ട് ലാബിലിറ്റീസ് ആയിട്ടാണ് വരുന്നത്. ദെൻ നോൺ കറണ്ട് ലാബിലിറ്റീസ് ഉണ്ട്, അതായത് ലോങ് ടേം നാച്ചുറൽ ഉള്ളത്. ഇപ്പം ലോങ് ടേം ലോണുകളൊക്കെ, അതായത് 1 ഇയറിൽ കൂടുതൽ ടൈം പീരീഡ് ഉള്ള നമ്മൾ അടച്ചു തീർക്കാനുള്ള എമൗണ്ട്സിനെയാണ് നമ്മൾ ലോങ് ടേം ലാബിലിറ്റി അല്ലെങ്കിൽ നോൺ കറണ്ട് ലാബിലിറ്റീസ് എന്ന് പറയുന്നത്. അടുത്തത് എക്സ്പെൻസ് ആൻഡ് ഇൻകം. എക്സ്പെൻസ് എന്ന് വെച്ചാൽ ഒരു ബിസിനസ് അതിൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിനെയാണ്, അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യുന്ന ആക്ടിവിറ്റീസാണ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സാലറി, വേജസ്, അതുപോലെ ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബിൽ, ഇങ്ങനെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കോസ്റ്റുകൾ അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട്സിനെയാണ് നമ്മൾ എക്സ്പെൻസ് എന്ന് പറയുന്നത്. എക്സ്പെൻസിനെ നമുക്ക് ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് എന്ന് പറയാം. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് ആയിട്ട് വരുന്ന എക്സ്പെൻസുകളാണ്. അതുപോലെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സുമായിട്ട് ഇൻഡയറക്ട്ലി റിലേറ്റഡ് ആയിട്ട് വാട്ടർ ബിൽ, അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ്, അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എക്സ്പെൻസിനാണ് നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം പേയ്മെൻറ്റ് ടു സപ്ലയേഴ്സ്, അതുപോലെ എക്യുപ്മെൻറ്റ് ഡിപ്രീസിയേഷൻ, ഫാക്ടറി ലീസസ്, ഇതെല്ലാം നമുക്ക് എക്സ്പെൻസ് ആയിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് ഇൻകം ആണ്. ഇൻകം ആയിട്ട് വരുന്നത് ഇപ്പം നമ്മൾ എക്സ്പെൻസിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് എക്സ്പെൻസ് എന്ന് പറയുന്നത് ബിസിനസ് ഓപ്പറേഷൻസ് വഴി സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ആണെങ്കിൽ ഇൻകം എന്ന് പറയുന്നത് ബിസിനസ് ഓപ്പറേഷൻസ് വഴി നമുക്ക് കിട്ടുന്ന എമൗണ്ട്, അത് നമുക്ക് റവന്യൂ ആയിട്ട് കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ഇൻകം എന്ന് പറയുന്നത്. ഇൻകവും നമുക്ക് രണ്ട് തരത്തിലുണ്ട്, ഡയറക്റ്റ് ഇൻകം ഉണ്ട്, അതുപോലെ ഇൻഡയറക്റ്റ് ഇൻകം ഉണ്ട്. ബിസിനസ്സായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇൻകമാണ് ഡയറക്റ്റ് ഇൻകം എന്ന് പറയുന്നത്. വേറെ എന്തെങ്കിലും നോൺ ബിസിനസ് ആക്ടിവിറ്റീസിൽ നിന്നോ അല്ലെങ്കിൽ ബിസിനസ്സായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റ് ചെയ്യാത്ത ഇൻകംസ്, ഇപ്പം ഡിസ്കൗണ്ട് റിസീവ് ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബാങ്ക് ഇൻട്രസ്റ്റ് റിസീവ് ചെയ്തായിരിക്കാം, ഇതെല്ലാം നമ്മൾ ഇൻഡയറക്റ്റ് ഇൻകം ആയിട്ടാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പർച്ചേസ് ആൻഡ് പർച്ചേസ് റിട്ടേൺ. പർച്ചേസ് എന്നുള്ള നെയിം എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു നെയിം ആയിരിക്കാം. പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുന്നത്, അപ്പം എന്തെങ്കിലും ഗുഡ്സ് നമ്മൾ വാങ്ങിക്കുന്നത് ഇൻ ദ എയിം ഓഫ് സെയിൽ, അതായത് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഗുഡ്സ് വാങ്ങിക്കുന്നുണ്ടാവുക. അതിനെയാണ് നമ്മൾ പർച്ചേസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഫർണിച്ചർ പർച്ചേസ് ചെയ്താൽ അത് നമ്മളെ സംബന്ധിച്ച് ഒരു പേയ്മെൻ്റ് ആണ്. കാരണം ആ ഫർണിച്ചർ നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന ഒന്നല്ലാത്തതുകൊണ്ട് തന്നെ അതൊരു പേയ്മെൻ്റ് ആയിട്ടാണ് വരുന്നത്. പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു. ഗുഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോ മെറ്റീരിയൽസ് ആവാം, ഇൻവെൻറ്ററീസ് ആവാം, ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു ഫോർ സെയിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ വാങ്ങിക്കുന്നതിനെയാണ് നമ്മൾ പർച്ചേസ് എന്ന് പറയുന്നത്. ദെൻ പർച്ചേസ് റിട്ടേൺ ആണ്. നമ്മൾ പർച്ചേസ് ചെയ്ത പ്രൊഡക്ട്സിൽ ഇപ്പം ചില പ്രൊഡക്ട്സിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, എന്തെങ്കിലും പാക്കേജിങ്ങിനോ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചിട്ടായിരിക്കും നമ്മുടെ അടുത്ത് കിട്ടുന്നത്. ആ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഡാമേജ് വന്ന പ്രൊഡക്റ്റ് സപ്ലയറിന് തന്നെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. നമ്മൾ പർച്ചേസ് ചെയ്തൊരു സാധനം നമ്മൾ തിരിച്ചു കൊടുക്കുന്നതിനെയാണ് നമ്മൾ പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ സെയിൽ ചെയ്ത സാധനം തിരിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മൾ സെയിൽസ് റിട്ടേൺ എന്ന് പറയാം. പർച്ചേസ് റിട്ടേണിൻ്റെ സമയത്ത് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതാണ് ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത്.
ദെൻ നമുക്ക് നെക്സ്റ്റ് സെയിൽസും സെയിൽസ് റിട്ടേണും നോക്കാം. സെയിൽസ് എന്ന് പറയുന്നത് നമുക്കൊരു റവന്യൂ കിട്ടിക്കൊണ്ട് നമ്മളൊരു സാധനം വിൽക്കുന്നതിനെയാണ് നമ്മൾ സെയിൽസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, 2 പേർക്ക് നമ്മൾ ഒരേ സാധനം അല്ലെങ്കിൽ 2 ഫോണാണെന്ന് വിചാരിക്കുക. അത് കൊടുക്കുന്ന ടൈമിൽ ആദ്യത്തെ ആൾ ആ ഫോണിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് തന്നു, രണ്ടാമത്തെ ആൾ നമുക്കത് തന്നില്ല. ഈ കേസിൽ ആദ്യത്തെ ആൾക്ക് നമ്മൾ ഫോൺ കൊടുത്തപ്പോൾ അയാളെ നമുക്ക് റവന്യൂ, നമുക്ക് കറക്റ്റ് ഒരു റിട്ടേൺ നമുക്ക് കിട്ടി, അത് സെയിൽസ് ആണ്. ദെൻ രണ്ടാമത്തെ ആൾക്ക് നമ്മൾ ആ സാധനം കൊടുത്തു, പക്ഷെ നമുക്ക് റിട്ടേൺ ഒന്നും കിട്ടിയിട്ടില്ല, അത് മേ ബി ഗിഫ്റ്റ് ആയിരിക്കാം. സോ സെയിൽസ് എന്ന് പറയുന്നത് നമ്മളൊരു സാധനം കൊടുക്കുമ്പോൾ അതിന് തുല്യമായിട്ടുള്ള ഒരു റിട്ടേൺ നമുക്ക് ഇങ്ങോട്ട് കിട്ടണം, അതിനെയാണ് സെയിൽസ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ റവന്യൂ സോഴ്സും കൂടെയാണ് സെയിൽസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് സെയിൽസ് റിട്ടേൺ ആണ്. തൊട്ട് മുന്നേ നമ്മൾ പർച്ചേസ് റിട്ടേൺ പറഞ്ഞപ്പോൾ ഓൾറെഡി പറഞ്ഞതാണ്, എങ്കിലും സെയിൽ ചെയ്തൊരു സാധനം, അതായത് നമ്മൾ ഓൾറെഡി സെയിൽ ചെയ്തൊരു സാധനം തിരിച്ചു വരുന്നവരെ അല്ലെങ്കിൽ തിരിച്ചു കിട്ടുവാണെങ്കിൽ തിരിച്ചു കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്നത്. ഡെബിറ്റ് നോട്ടാണ് പർച്ചേസ് റിട്ടേണിൻ്റെ സമയത്ത് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ സെയിൽസ് റിട്ടേണിൻ്റെ സമയത്ത് ക്രെഡിറ്റ് നോട്ടാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് അക്കൗണ്ട്സ് പേയബിൾ ആൻഡ് അക്കൗണ്ട്സ് റിസീവബിൾ. അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പേയബിൾ എന്ന് പറഞ്ഞാൽ കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ ഡ്യൂ ആയിട്ടുള്ള ഒരു എമൗണ്ട് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ പേയബിൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് സാലറി പെയ്ഡ് വരും, അതുപോലെ തന്നെ സാലറി പേയബിളും ഉണ്ട്. സാലറി പെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കൊടുത്തു, സാലറി കൊടുത്തു എന്നാണ് മീനിങ്. അത് നമുക്ക് എക്സ്പെൻസ് ആണ്, അത് നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് വരുന്നത്. അറ്റ് ദ സെയിം ടൈം സാലറി പേയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറി കൊടുക്കാനുണ്ട്, അത് ഓൾറെഡി സാലറി ഡ്യൂ ആയിട്ടുണ്ടായിരിക്കും, സാലറി കൊടുക്കാനുണ്ടെന്നാണ്, അത് നമുക്ക് ലാബിലിറ്റിയാണ്, നമുക്ക് ഒരാളോട് കൊടുക്കാനുള്ള ബാധ്യതയാണത്. സോ അക്കൗണ്ട്സ് പേയബിളിനകത്ത് വരുന്നത് ഓൾറെഡി ഡ്യൂ ആയിട്ടുള്ള പേയ്മെൻറ്റ്സ്, നമ്മൾ ഇതുവരെ കൊടുക്കാത്ത പേയ്മെൻറ്റ്സ് ആണ് അക്കൗണ്ട്സ് പേയബിളിനകത്ത് വരാം. അക്കൗണ്ട്സ് പേയബിളിൽ നമുക്ക് ഇവിടെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ സപ്ലയേഴ്സിന് വെൻഡേഴ്സിനൊക്കെ നമുക്ക് പേയ്മെൻറ്റ് ഡ്യൂ ആയിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ലെങ്കിൽ അതെല്ലാം നമുക്ക് അക്കൗണ്ട്സ് പേയബിളിനകത്ത് വരും. ദെൻ അക്കൗണ്ട്സ് പേയബിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറയുന്നത്. അതായത് അക്കൗണ്ട്സ് പേയബിൾ കൊടുക്കാനുള്ള എമൗണ്ട് ആയിരുന്നെങ്കിൽ അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ കിട്ടാനുള്ള എമൗണ്ട്. ഇപ്പം നമുക്ക് എന്തെങ്കിലും എമൗണ്ട് കിട്ടാനുണ്ടെങ്കിൽ അതാണ് അക്കൗണ്ട്സ് റിസീവബിളിനകത്ത് വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ഒരാൾ പാർട്ടിക്ക് സെയിൽ നടത്തി, ആ പാർട്ടി നമുക്ക് ഇങ്ങോട്ട് എമൗണ്ട് തരാനുണ്ട്, ഇതെല്ലാം നമുക്ക് റിസീവബിൾ ആയിട്ടാണ് വരുന്നത്. അപ്പം അക്കൗണ്ട്സ് റിസീവബിൾ നമുക്ക് അസറ്റ് ആയിട്ടും അക്കൗണ്ട്സ് പേയബിൾ നമുക്ക് ലാബിലിറ്റി ആയിട്ടാണ് ഉള്ളത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ട്രാൻസാക്ഷൻ ആണ്. ട്രാൻസാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ക്യാരക്ടറിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനോട് മോണിറ്ററി ഇമ്പാക്റ്റ് കൊടുക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. ഈ ട്രാൻസാക്ഷനാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ റെക്കോർഡ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് പ്രോഫിറ്റ് ഓർ ലോസ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇൻകം ഓവർ എക്സ്പെൻസ് ആണ്, അതായത് എക്സ്പെൻസ് കുറഞ്ഞ് ഇൻകം കൂടുന്ന അവസ്ഥയാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ദെൻ ലോസ് അതിന് നേരെ ഓപ്പോസിറ്റ് ആണ്, അതായത് എക്സ്പെൻസ് കൂടി ഇൻകം കുറവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ലോസ് എന്ന് പറയുന്നത്. സോ നമ്മളിപ്പം അക്കൗണ്ടിങ് ടേംസ് ആണ് ഡിസ്കസ് ചെയ്തത്. ദെൻ നെക്സ്റ്റ് നമുക്ക് വരുന്നത് അക്കൗണ്ടിങ് മെത്തേഡ്സ് ആണ്. നമുക്ക് 2 അക്കൗണ്ടിങ് മെത്തേഡ്സ് ആണുള്ളത്, ക്യാഷ് അക്കൗണ്ടിങ് ആൻഡ് അക്രൂവൽ അക്കൗണ്ടിങ്. ക്യാഷ് അക്കൗണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രം റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്യാഷ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ബിസിനസ്സിനകത്ത് ഒരു സെയിൽ നടന്ന് അതിന് എമൗണ്ട് ഒരു 2 വീക്സ് കഴിഞ്ഞിട്ടാണ് കിട്ടിയെങ്കിൽ ആ 2 വീക്സ് കഴിയുന്ന എമൗണ്ട് കിട്ടുന്ന ആ ഒരു ഡേറ്റിൽ നമ്മളത് റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. സോ ക്യാഷ് അക്കൗണ്ടിങ് നോർമലി ചെറിയ ബിസിനസ്സുകളാണ് യൂസ് ചെയ്യുന്നത്. ഒരു മൾട്ടിനാഷണൽ കമ്പനീസിനൊന്നും ക്യാഷ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു മെത്തേഡ് കൂടെ ഉണ്ട്, അക്രൂവൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അക്രൂവൽ അക്കൗണ്ടിങ്ങിനകത്ത് നമ്മൾ എന്ത് ട്രാൻസാക്ഷൻ നടന്നോ അത് റെക്കോർഡ് ചെയ്യും. അത് മോണിറ്ററി ആണെങ്കിലും നോൺ മോണിറ്ററി ആണെങ്കിലും ഏത് ട്രാൻസാക്ഷൻ ആണെങ്കിലും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിനാണ് അക്രൂവൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇന്ന് സെയിൽ നടന്നെങ്കിൽ സെയിൽ നടന്നു എന്ന് പറഞ്ഞ് ഇന്ന് റെക്കോർഡ് ചെയ്യും. ദെൻ 2 വീക്സ് കഴിഞ്ഞിട്ടാണ് പേയ്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ ആ പാർട്ടിയുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് 2 വീക്സ് കഴിഞ്ഞിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. സോ ഈ ഒരു അക്രൂവൽ അക്കൗണ്ടിങ് മെത്തേഡാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് അക്കൗണ്ടിങ് ടേംസ് ആൻഡ് അക്കൗണ്ടിങ് മെത്തേഡ്സ്. നമ്മുടെ ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കോൺടാക്ട് നമ്പറിൽ എൻക്വയറി ചെയ്യാവുന്നതുമാണ്. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ദിസ് ഇസ് നീരജ, അക്കൗണ്ടിങ് ഫാക്കൽറ്റി, ബ്രെയിൻസ് അക്കാഡമി.